ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കാലുകളിൽ തടിച്ച് ചീർത്ത് ചുറ്റിക്കിടക്കുന്ന വെയിനുകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണ വെരിക്കോസ് വെയിൻ എന്ന് പറയാറുള്ളത്. ഇത് അതികഠിനമായ വേദന ചിലർക്ക് ഉണ്ടാക്കാറുണ്ട്. അസ്വസ്ഥതകളും അതുപോലെ തന്നെ കാലിന് നീരൊക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മുടെ ഭൂഗുരുത്വാകർഷണത്തിനെതിരായിട്ട് രക്തം ഒഴുകേണ്ടതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് കാലുകളെയാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇത് ഭക്ഷണവുമായിട്ട് ഇതിന് ഡയറക്റ്റായിട്ട് വളരെ വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി ചില ഭക്ഷണ മാറ്റങ്ങൾ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ വ്യായാമങ്ങളും ഇത് വരാതിരിക്കാൻ പോലും സഹായിക്കുന്ന ഘടകങ്ങളാണ്. അത്തരത്തിലുള്ള ചില വ്യായാമങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ഒറ്റയടിക്ക് നോക്കാം. ഏറ്റവും ആദ്യമായിട്ടുള്ളത് നടത്തമാണ്. നടത്തം ഒരു ദിവസം ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ കൃത്യമായിട്ടുള്ള നടത്തം ഉള്ള ഒരാൾക്ക് വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. രണ്ടാമതായിട്ട് കാഫ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന് താഴെയുള്ള പേശികളെ ഉറപ്പിക്കാൻ തക്കതിലുള്ള വ്യായാമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ളവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ടോ സ്റ്റാൻഡിങ് ആണ്. അല്ലെങ്കിൽ കാൽ വിരലുകൾ കുത്തി ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു എക്സസൈസ് ആണ്. അതേപോലെ തന്നെ കുത്തി ഇരുന്ന് എഴുന്നേൽക്കുക, സ്ക്വാറ്റിംഗ്, ഇതും കൂടുതൽ നന്നായിട്ട് കാഫ് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് രക്തം തിരിച്ചൊഴിക്കാൻ വേണ്ടി സഹായിക്കും. സൈക്ലിംഗ് വളരെ നല്ലൊരു വ്യായാമമായിട്ട് പറയാം. സ്റ്റാറ്റിക് സൈക്കിളാണെങ്കിലോ അല്ലാത്ത സൈക്കിളാണെങ്കിലോ നമ്മൾ ഈ സൈക്കിൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ പറയുന്ന പ്രശ്നം കുറച്ചുകൊണ്ടേരാം. നീന്തലും അതേപോലെ വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ വളരെ നല്ലൊരു വ്യായാമമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. യോഗയും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് നമുക്ക് വെരിക്കോസ് വെയിനെ പ്രിവെൻറ്റ് ചെയ്യാനും വന്ന വെരിക്കോസിനെ ഒരു പരിധിവരെ കുറക്കാനൊക്കെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഭക്ഷണ രീതിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാരുകൾ അടങ്ങിയ ഭക്ഷണവും കൂടുതലായിട്ട് കഴിക്കുക. ഇത് മലബന്ധം കുറക്കും. അതുവഴി തന്നെ ഈ വെരിക്കോസ് വെയിൻ്റെ മുകളിൽ വരുന്ന കംപ്രഷൻ, ഇരുന്ന് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കുറക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നാരുകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതേപോലെ തന്നെ വൈറ്റാമിൻ സി, സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള പഴങ്ങളോ അല്ലെങ്കിൽ പേരക്ക പോലെയുള്ള കാര്യങ്ങളോ അധികം കഴിക്കുക. കാരണം വൈറ്റാമിൻ സി എപ്പോഴും ഇൻഫ്ലമേഷൻസ് കുറക്കാൻ സഹായിക്കും. വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ അതിനെ രക്തക്കുഴലിന് വരുന്ന ഡാമേജുകൾ ഇല്ലാതാക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നല്ല ഇലക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പല കണ്ടൻറ്റുകളും ഇലക്കറികൾ നമ്മുടെ ഇൻഫ്ലമേഷൻ സാധ്യതകൾ വളരെ കുറക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഒമേഗ 3 ഫിഷ് അടങ്ങിയ ഫാറ്റി ഫിഷുകളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒന്ന് ഇൻഫ്ലമേഷൻ സാധ്യത കുറക്കും, രണ്ട് രക്തത്തിൻ്റെ ക്ലോട്ടിംഗ് സാധ്യത അല്ലെങ്കിൽ രക്തം കട്ടിയാവാനുള്ള സാധ്യത ഇത് കുറക്കും. അതേപോലെ തന്നെയാണ് നട്ട്സും സീഡ്സും ധാരാളമായിട്ട് അല്ലെങ്കിൽ ഒരു 1-1.5 സ്പൂണെങ്കിലും ദിവസവും ഉപയോഗിക്കുക. അതിൽ വൈറ്റാമിൻ എ ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, രക്തം കട്ടിയാവാനുള്ള സാധ്യത ഇത് കുറക്കും.